ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇപ്പൊ ഉള്ളത് നിലവിൽ നമ്മൾ കൊടൈക്കനാലിലാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പൊ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ നേരെ ഈ കമ്പം തേനി മുന്തിരിത്തോട്ടത്തിലേക്കൊക്കെയാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ കൊടൈക്കനാല് സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പം ചെറിയ ചെറിയ ബസ്സുകൾ ഇവിടെ തന്നെ വണ്ടികളിൽ നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് കാണിച്ചു. ഇത് ഞങ്ങള് താമസിച്ച റൂം ഇവിടെയാണ്. നമ്മളെ ടീംസ് എല്ലാവരും അവിടെയാണുള്ളത്. അപ്പൊ ഞങ്ങള് ടീംസിന്റെ നമ്മളെ വണ്ടിയാണ്. രണ്ടാമത് കാണുന്ന ബസ് ഞങ്ങളെ വണ്ടിയാണ്. അപ്പൊ ഗൈസ് നമ്മള് ബസ്സിലേക്ക് കടക്കുകയാണ്. ബസ്സിലെത്തിക്കഴിയുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ഇതാണ് ഞങ്ങൾ വന്ന നമ്മളെ ബസ്. യുവശക്തി സ്വയം സഹായ സംഘം തലവിൽ വിനോദയാത്ര. നമ്മളെ ഗ്യാങ്ങിൽപ്പെട്ടവരാണ് ഗൈസ്. ഞങ്ങളെ പ്രതിവേട്ടൻ, മെജോ, സജിവേട്ടൻ, പ്രമോദേട്ടൻ, സാട്ടൻ. എല്ലാരും നേരത്തെ വന്ന് സീറ്റെല്ലാം പിടിച്ചിട്ടിരിക്കുക ഗൈസ്. രാവിലെ വന്നിട്ട് ഫോണും തോടിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഫോൺ ഓഫ് ആയിപ്പോയോണ്ട് മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. നിന്നെ കിട്ടിയില്ല കണ്ടും കാണുന്നില്ല. എന്തോ വരുന്ന നോക്കിക്കോ. കാണുന്നില്ല. കുറച്ചുകൂടി എന്റെ കൈ വീഡിയോയാ. വെറുതെ മൊബൈൽ പുറത്തേക്ക് ഇട്ടാലോ ശിവജി. അല്ല തന്നെ ഇന്നലെ ഞാൻ പോയി വിചാരിച്ച പുറത്ത് വീഡിയോസ് കൂടെ പിടിച്ചിട്ട് വരട്ടല്ലേ. ഇങ്ങനെ പിടിച്ചോണ്ട് കുരകം വന്ന് പിടിച്ചോണ്ട് പോകണം.
അമ്മ ഞാൻ തൊള്ളട്ടെ അമ്മ അങ്ങനെയാണ് രാമക്കൽമേടുള്ള പേര് വന്നിരിക്കുന്നത്. രാമന്റെ കാൽപ്പാദം വെച്ച സ്ഥലം, അതാണ് രാമക്കൽമേടുള്ള പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രാമക്കൽമേട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമക്കൽമേട് പ്രത്യേകതയെ കുറിച്ച് പറയാം. രാമക്കൽമേട് ഒന്നാമത്തെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ സ്ഥലമാണ് രാമക്കൽമേട്. നമ്മൾ ഈ വന്ന് നിൽക്കുന്ന പോലെയല്ല, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ദിശയില്ലാതെ 4 സൈഡിൽ കാറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും. നമ്മളൊരു 4 പേര് 5 പേര് തമ്മിൽ നിന്നാൽ പോയി നമ്മളെ പറിച്ച് കളയും. അത്ര ശക്തിക്ക് കാറ്റ് വീശി ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത ഇവിടുത്തെ മെയിൻ സൂയിസൈഡ് പോയിന്റ് ആണ് ഈ കല്ല്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 3600 അടി ഹൈറ്റിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ വീഴുകയോ ചാടുകയോ ചെയ്താൽ, അബദ്ധത്തിൽ ആരും വീണ്ടില്ല, വീഴുകയോ ചാടുകയോ ചെയ്താൽ 30-40 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൾ മരിക്കും, ബോഡിയെ താഴ്ചെല്ലത്തോടെന്നാണ് പറയപ്പെടുന്നത്. അത്ര കൃത്യമായിട്ട് പറയുന്നത് 16ഓളം ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ 16 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്ന ഹൃദയം പൊട്ടിയാണ് ആൾ മരിച്ചിരിക്കുന്ന, ബോഡിയാണ് താഴ്ചെന്നിരിക്കുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ് +2 പഠിക്കുന്ന ഒരു പെണ്ണും ചെറുക്കടെ കയ്യെ ഷാള് കൂട്ടി കെട്ടിയിട്ട് രാത്രി 10 മണിക്ക് ഇതിന്റെ ടോപ്പിൽ നിന്ന് താഴ്ത്തിയടി, അതാണ് ലാസ്റ്റ് ആയിട്ട്. അങ്ങനെ 16ഓളം ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, രാമക്കൽമേട് മാത്രമുള്ള ഒരു പ്രത്യേകത, 3 ടൈമിൽ 3 വ്യൂ ആയിരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് മുന്നേ ഇതൊന്നും കാണത്തില്ല, ഫുള്ള് കോടയായിരിക്കും. മേഘം നമ്മുടെ അടിക്കട പാസ് ചെയ്യുന്നതായിട്ടും നമ്മുടെ മേഘത്തിന് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതിന് ശേഷം വന്ന് നമുക്ക് ഈ വ്യൂ കാണാം. ഈ വൈകുന്നേരം ഒരു 6:30-7 മണിക്ക് ശേഷമാണ് വരുന്നത്. ഇവിടെ ഫുള്ള് ലൈറ്റ് വീഴും. ഇവിടെ ലൈറ്റ് വ്യൂ ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഫ്ലൈറ്റിൽ യാത്രയുള്ളവർക്ക് അറിയാം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന വ്യൂ ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത സൺസെറ്റും സൺറൈസ് കിട്ടുന്ന സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലമുള്ള കേരളത്തിൽ. ഈ കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. നമ്മൾ ഈ വണ്ടി വന്ന് നിൽക്കുന്ന കേരളം. ഈ കാണുന്ന തമിഴ്നാട്ടിന്റെ ഫോറസ്റ്റ് ഏരിയയും ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗം. അത് തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ രാമക്കല്ല് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തമിഴ്നാടിന്റെ പ്രത്യേകത, തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലയാളികളെ പോലെയല്ല, ഇവർ ചേരി പോലെ കൂട്ടമായിട്ട് താമസിക്കാൻ സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ള 70% വെജിറ്റബിൾ കയറി വരുന്നത് തേനി ജില്ലയിലാണ് വരുന്നത്. തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത്. അതിന്റെ വൈറ്റ് ആണെങ്കിൽ ഈ പേപ്പർ പോലെ വലിയ വേസ്റ്റ് കൂട്ടിയിട്ട് തോന്നിക്കുന്ന താമസിക്കുന്ന വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇങ്ങോട്ട് മാറി കാണുന്ന ഇവിടെ കൃഷിയിടങ്ങളുമാണ്. ഇത് ലൈറ്റ് പച്ച നിറത്തിൽ പാടം പോലെ കാണുന്ന തക്കാളി, വെണ്ട, ക്യാബേജ്, കടല അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നു. അതിന്റെ അകത്ത് ഇനി കളം തിരിച്ചിട്ട് കാണുന്ന കുട്ടികളുടെ കൃഷി ഇറക്കാൻ വേണ്ടി അതിന്റെ അകത്ത് ഇനി പൊട്ടപ്പൊടി പോലെ കൂടിന്റെ അകത്തേക്ക് വാളമ്പുളികളും വശങ്ങളായിട്ട് ഒരുപാട് കൂട്ടത്തിൽ കാണുന്ന തെങ്ങും തോപ്പുകളാണ്. അതിന് 60 അടി 80 അടി ഹൈറ്റുള്ള തെങ്ങാണ്. ഇപ്പോഴത്തെ ഹൈറ്റ് ഞാൻ ആദ്യം അഡ്വാൻസ് പറയുന്നത് കാറ്റ് കുറവായതുകൊണ്ട് ഇത് കൂടുതലാണ്. ഇനി കൂടുതൽ ഇല്ലായിരിക്കും. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ്. നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലുങ്ങി കാണാം. ഇതൊക്കെ കാണുന്ന സ്റ്റാച്ചു ഉണ്ടോ, സ്റ്റാച്ചിന് ബാക്കി കാണുന്ന മല കണ്ടോ, ആ മലയ്ക്ക് അപ്പുറത്താണ് മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഡാം നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ മുല്ലപ്പെരിയാറിന്റെ വെള്ളം കൂട്ടത്തോടെ എല്ലായിടത്തും താമസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ കാണുന്നതെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങൾ, ബാക്കി എല്ലാം കൃഷിപ്പാടങ്ങൾ. എല്ലാം നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒന്ന് കൂവണ എല്ലാരും. യാത്രകളെല്ലാം വരണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് യൂട്യൂബ് തുറക്കുമ്പോ ഈ യൂട്യൂബ് അല്ലാണ്ട് ബോറാവില്ല കാണുന്നവർക്ക്. നമ്മൾ പോയ യാത്ര യുവശക്തി സ്വയം സഹായക സംഘം
ഇതോട്ടാ എന്റെ കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷുകാരൻ പെട്ടിട്ടില്ല. ലൈഫ് കിട്ടും നിങ്ങൾക്ക് ഒരുപാട്. യൂട്യൂബിൽ കയറേണ്ടത്. പോട്